+1 ഫിസിക്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എനർജി തിയറമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വർക്ക് എനർജി തിയറം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ശരി ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് അറിയാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് vector A 2i plus 5j plus k and vector B 4i minus 3j plus 7k are perpendicular. Vector A dot vector B കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്: 2 into 4 plus 5 into minus 3 plus 1 into 7. That is 8 plus minus 15 plus 7. That is 15 plus minus 15. That's equal to 0. Which means എയും ബിയും തമ്മിൽ കിട്ടുന്ന ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവർക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ. എല്ലാവർക്കും കിട്ടിയ ഉത്തരം ഇത് തന്നെയല്ലേ? ഇനി നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. വർക്കിനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വെച്ച് തുടങ്ങി അല്ലേ? പക്ഷേ വർക്ക് എന്താണ് എന്നത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞുമില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, എം മാസ് ഉള്ളൊരു ബ്ലോക്ക്. ആ ബ്ലോക്കിന് നമ്മൾ പതിയെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. പതിയെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മുന്നിലേക്ക് അങ്ങ് നീങ്ങും. എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു എന്നർത്ഥം. അപ്പോൾ ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഈ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരാൾ വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് പറയാം. സോ വാട്ട് യു മീൻ ബൈ വർക്ക്? എപ്പോഴാണ് നമ്മളൊരു വസ്തു വർക്ക് ചെയ്തു എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ബോത്ത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നോർമലി ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. കാരണം വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു സ്കേലാർ വാല്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വർക്ക് ഒരു ഡോട്ട് പ്രോഡക്റ്റായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. W എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ആ കമ്പണൻ്റ് ആണ് എടുക്കേണ്ടത്. ഫോഴ്സിൻ്റെ രണ്ട് കമ്പണൻറ്റുകൾ നമുക്ക് പറയാം, എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ വരുന്ന കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി. അതിൽ കോസ് തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എഫ് ഡി കോസ് തീറ്റ ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു എ ബി കോസ് തീറ്റ അല്ലേ? അപ്പോൾ എ ബി കോസ് തീറ്റയെ നമ്മൾ എന്താ പറയുക? എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അതുപോലെ എഫ് ഡി കോസ് തീറ്റയെ നമുക്ക് എന്ത് പറയാം? വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എന്ന് പറയാം. So we can write work is equal to FD cos theta or F dot D എന്ന് പറയാം. അപ്പോൾ വർക്കിൻ്റെ ബേസിക് ഇക്വേഷൻ പറഞ്ഞു. ഇനി ഈ വർക്ക് എങ്ങനെയാണ് സംഭവിക്കുക? നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അപ്പോൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഈ വർക്കിന് പലതരത്തിലുള്ള നേച്ചർ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സീറോ ഓൾസോ. അപ്പോൾ 3 രീതിയിൽ വർക്ക് സംഭവിക്കാം. സീറോ ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ആദ്യത്തെ ഒരു കേസായിട്ട് വർക്ക് 0 ആവുന്നൊരു കാര്യം നമുക്ക് എടുക്കാം. എപ്പോഴൊക്കെ വർക്ക് 0 ആവാം? വർക്ക് 0 ആവണമെങ്കിൽ 3 തരത്തിൽ നമുക്ക് കണ്ടീഷൻസ് പറയാൻ പറ്റും. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വർക്ക് 0 ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു വെയ്റ്റ് ലിഫ്റ്റർ അദ്ദേഹം ഒരു വെയ്റ്റും താങ്ങിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു 30 സെക്കൻഡോളം സമയം അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർക്ക് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അദ്ദേഹം നിന്ന നിൽപ്പിൽ തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്ക് എന്തായിട്ട് മാറാം? 0 ആയിട്ട് മാറാം അല്ലേ? ഇനി അതല്ല, ഫോഴ്സ് ഇല്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കാം. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ രീതിയിലാണെങ്കിലോ ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിളിലൂടെ ഒരു ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഒരു കേസ് എടുക്കാം. അവിടെ ഫ്രിക്ഷൻ ഇല്ല, കാരണം സ്മൂത്ത് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലാർജ് ആണ് അല്ലേ? ഒത്തിരി ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാം, പക്ഷേ അവിടെ ഫോഴ്സ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അവിടെ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് എന്തായിട്ട് മാറാം? വർക്ക് 0 ആയിട്ട് മാറാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വർക്ക് 0 ആവാം,
ഫോഴ്സ് 0 ആണെങ്കിൽ വർക്ക് 0 ആവാം. ഇനി വേറൊരു കണ്ടീഷൻ കൂടെ പറയാം. നമ്മൾ ഇതിനു മുമ്പുള്ളൊരു പ്രോബ്ലത്തിൽ പറഞ്ഞു പോയതാണ്. അതായത് രണ്ട് വെക്ടറുകൾക്കിടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോഴും ഇതേ കാര്യം സംഭവിക്കാം. ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കൂ. If a coolie carrying a load on his head and moving horizontally with constant velocity, then he applies force vertically to balance weight of body and its displacement is horizontal. അതായത് ഒരു വെയിറ്റ് താങ്ങിക്കൊണ്ടു പോകുന്ന ഒരു കൂലി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം വെയിറ്റ് താങ്ങുന്നതിനനുസരിച്ച് അദ്ദേഹം ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ് അല്ലേ? ഗ്രാവിറ്റിയുടെ ഫോഴ്സ് താഴേക്കാണ്, ഡൗൺവേർഡ് ആണ്. അദ്ദേഹം മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരെയാണ്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സും അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. സോ എഫ് ഡി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എഫ് ഡി 0 ആയിട്ട് മാറും. വർക്ക് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 3 എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ? 3 രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വർക്ക് 0 ആവാൻ 3 രീതിയിൽ 0 ആവാമെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാൽ, ഫോഴ്സ് 0 ആയാൽ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിൽ വരുന്ന ആംഗിൾ എത്രയായാൽ? 90 ഡിഗ്രി ആയാൽ. വർക്കിനെ സംബന്ധിച്ച ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? ഇഫ് ദ ആംഗിൾ തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 90, 0യ്ക്കും 90യിലും ഇടയിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ വർക്ക് ഉറപ്പായിട്ടും എന്തായിട്ട് മാറാം? പോസിറ്റീവായിട്ട് മാറാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കൂലി പുഷിംഗ് എ ലോഡ് ഹൊറിസോണ്ടലി, ഹൊറിസോണ്ടലായിട്ട് ഒരു ലോഡിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുക അല്ലേ? അപ്പോൾ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിൽ വരുന്ന ആംഗിൾ തീറ്റ എത്രയായിരിക്കും അവിടെ? 0 ആയിരിക്കും. എഫ് ഡി കോസ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഡി കോസ് 0 എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഉറപ്പായിട്ടും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ വർക്കിനെ പോസിറ്റീവ് ആക്കാനായിട്ട് തീറ്റയുടെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 90 എന്ന് പറഞ്ഞു. ദെൻ എപ്പോഴാണ് വർക്ക് നെഗറ്റീവ് ആവുന്നത്? വർക്ക് നെഗറ്റീവ് ആവണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട്. ദറ്റ് ഈസ് തീറ്റ ഷുഡ് ബി ബിറ്റ്വീൻ 90 ആൻഡ് 180. 90ക്കും 180ക്കും ഇടയിലാണ് തീറ്റയുടെ വാല്യൂ എങ്കിൽ വർക്ക് ഉറപ്പായിട്ടും എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കൂലി ക്യാരിയിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് മൂവിങ് വെർട്ടിക്കലി ഡൗൺ with constant velocity, then he applies force in vertically upward direction to balance the weight of the body and its displacement is in vertically downward direction. തലയിൽ ഒരു ഭാരവും ചുമന്നുകൊണ്ട് താഴേക്കാണ് വരുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ. താഴേക്ക് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മേളിലേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത് എങ്ങോട്ടാണ്? താഴേക്കാണ് വരിക. എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിട്ട് മാറും? 180 ഡിഗ്രി ആയിട്ട് മാറും. കോസ് 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡബ്ല്യുവിൻ്റെ വാല്യൂ കാണുമ്പോൾ എന്തായിട്ട് മാറും? -FD ആയിട്ട് മാറും. ദാറ്റ് മീൻസ് വർക്ക് ഈസ് നെഗറ്റീവ്. അപ്പോൾ വർക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. വർക്ക് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ് എനർജി എന്ന് പറയുന്നത്. വർക്കിനെ സംബന്ധിച്ചും എനർജിയെ സംബന്ധിച്ചും കുറേ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. +1 ക്ലാസ്സുകളിൽ ആദ്യം പഠിച്ച ഡയമെൻഷൻ, ഈ വർക്കിൻ്റെയും എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. ഇപ്പോൾ വർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml(T⁻²). ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ L ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് എന്താ കിട്ടുക? ml²T⁻². ഇത് തന്നെയാണ് എനർജിക്കും വരിക. അതുപോലെ തന്നെ ഈ രണ്ടാളുകളുടെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ജൂൾ എന്ന് പറയുന്നത്. ഇനി ജൂൾ അല്ലാതെ വേറെയും യൂണിറ്റുകൾ എനർജി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില യൂണിറ്റുകൾ ഈ കാണുന്നതാണ്. എർഗ്, 1 erg is equal to 10⁻⁻7 joule and 1 electron volt is equal to 1.6 into 10⁻⁻19 joule. 1 calorie is equal to 4.186 joule. 1 kilowatt hour is equal to 3.6 into 10⁻6 joule. Erg, electron volt, calorie, kilowatt hour ഇതെല്ലാം വർക്കിൻ്റെയും എനർജിയുടെയും ആൾട്ടർനേറ്റീവ് യൂണിറ്റ്സുകളാണ്. ഈ പറയുന്ന യൂണിറ്റുകളെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ തിരിച്ച് ജൂളിലേക്ക് കൊണ്ടുവരാം എന്ന് കാണിക്കാനായിട്ടായിരുന്നു ആ ഒരു ടേബിൾ നിങ്ങളെ കാണിച്ചത്. ഇനി ഒരു ചെറിയ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ചോളൂ. എ സൈക്ലിസ്റ്റ് കംസ് ടു എ സ്കിഡിംഗ് സ്റ്റോപ്പ് ഇൻ 10 meter. During this process, the force on the cycle due to the road is 200 Newton and is directly opposed to the motion. The question is,
how much work does a road do on the cycle and how much work does a cycle do on the road. Work done on the cycle by the road is a work done by the stopping force on the cycle due to the road. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് എന്ന് ചിന്തിക്കാം. 180 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് W is equal to FD cos theta. ഇവിടെ cos theta 180 ഡിഗ്രി, F എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്, D എന്ന് പറയുന്നത് 10 ആണ്. ഹിയർ WR is equal to FD cos theta. ഇവിടെ F എന്ന് പറയുന്നത് 200 ആണ്, D എന്ന് പറയുന്നത് 10 ആണ്, cos 180 എന്ന് പറയുന്നത് -1 ആണ്. So we get -2000 joule. It is negative work that brings the cycle to a halt in accordance with the work energy theorem. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം അനുസരിച്ചിട്ടാണെങ്കിൽ ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ ദ റോഡ് ഡ്യൂ ടു ദ സൈക്കിൾ അല്ലേ. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് വരും, ഒരു റിയാക്ഷൻ വരും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് എത്രയാണ്, 200 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ദ റോഡ് അണ്ടർഗോസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, ദ വർക്ക് ഡൺ ബൈ ദ സൈക്കിൾ ഓൺ ദ റോഡ് ഈസ് 0. രണ്ടാമത്തെ ചോദ്യത്തിൽ വർക്ക് ഡൗൺ നമുക്കപ്പോൾ എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പ്രീവിയസ് നോളജും കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതനുസരിച്ച് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ വർക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് എനർജിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു വർക്കും എനർജിയും പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ പലയിടത്തും പറയാമെന്ന്. വാട്ട് യു മീൻ ബൈ എനർജി? എനിക്ക് എനർജി ഉണ്ടെന്ന് പലരും പറയാറുണ്ട് അല്ലേ. നമ്മൾ നേരെ തിരിച്ചും പറയാറുണ്ട്, ചിലരോട് പറയാറുണ്ട് നിനക്ക് അത്ര എനർജി പോരാന്ന് പറയാറുണ്ട്. ആ എനർജിയും ഫിസിക്സിൽ പറയുന്ന എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആക്ച്വലി എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എബിലിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. എനർജി പല രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ചുറ്റും പല രൂപത്തിൽ എനർജി കാണാറുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക എനർജിയും നമ്മൾ പറയുന്നത് ഏതെങ്കിലും 2 രൂപത്തിലാക്കി മാറ്റിയിട്ടാണ്. അവയെ നമ്മൾ വിളിക്കുക കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയെക്കുറിച്ചാണ്. എന്താണ് കൈനറ്റിക് എനർജി? മലയാളത്തിൽ ഗതികോർജ്ജം എന്നാണ് നമ്മൾ പറയുക. ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്തു മോഷൻ കാരണം അതിന് കിട്ടുന്ന എനർജി, ദ എനർജി ഡ്യൂ ടു ദ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തുവിന് മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുക, കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തു മൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ വസ്തുവിന് ഒരു വെലോസിറ്റി ഉണ്ട് അല്ലേ, V എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വസ്തുവിന് M എന്ന് പറയുന്ന മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ½ mv² ആണ്. ഈ ½ mv²ൻ്റെ v² എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഇസ് v.v. അതിനെയാണ് നമ്മൾ v² എന്ന് പറയുക. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞപ്പോൾ കൈനറ്റിക് എനർജിക്കുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പല ഉദാഹരണങ്ങൾ കാണാറുണ്ട്. അതിൽ 1-2 ഉദാഹരണങ്ങൾ സാർ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ദ കൈനറ്റിക് എനർജി ഓഫ് എ ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീം ഹാസ് ബീൻ യൂസ്ഡ് ടു ഗ്രൈൻഡ് കോൺ ആൻഡ് ദ സെയിലിംഗ് ഷിപ്സ് എംപ്ലോയ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ്. ഇനി എനർജി പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സ്കേലാർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ ½ mv² എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. നമുക്ക് ആ ഉത്തരം കിട്ടാനായിട്ട് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ചില ഇക്വേഷൻസിൻ്റെ സഹായവും വേണം. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. വി നോ ദാറ്റ് W is equal to F into S. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഞാൻ S എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത്ര സമയം വരെ നമ്മൾ D ആണ് ഉപയോഗിച്ചിരുന്നത്. S എന്ന് പറയുന്ന ടേം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇതിൽ F എന്ന് പറയുന്ന ആളെ നമ്മൾ MA എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെയും ആക്സലറേഷൻ്റെയും പ്രോഡക്റ്റ് ആണ്. ആ പറഞ്ഞ വാല്യൂ ഇതിലേക്ക് അങ്ങ് കൊടുത്താൽ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക? വി ക്യാൻ റൈറ്റ് W is equal to MAS and take it as equation number 1. And by the third equation of motion, v² is equal to u² plus 2as. അതിൽ റെസ്റ്റിലാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യുവിന് നമുക്ക് 0 എന്നുള്ള വാല്യൂ കൊടുക്കാം. അങ്ങനെ യുവിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ v² is equal to എന്തായിട്ട് മാറി? 2as എന്നായിട്ട് മാറി. 2വിനെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് as is equal to ½ v². And substituting this value of as in equation 1, we get W is equal to ½ mv². Since the work done is stored in kinetic energy,
ഈ വർക്ക് കൈനറ്റിക് എനർജിയുടെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആൻഡ് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സോ ദ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആയത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചുറ്റും കാണുന്ന ചില കാര്യങ്ങളിൽ കൈനറ്റിക് എനർജി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, എത്രത്തോളം വരുന്നു എന്ന് കാണിക്കാനായിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. 2000 കിലോഗ്രാം മാസ്സുള്ള ഒരു കാറ് അത് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് നോക്കി ആ ടേബിൾ കാണാതെ 6.3 × 10⁻⁵. അതുപോലെ ഓരോന്നിൻ്റെയും ഒരു ബുള്ളറ്റ് ആണെങ്കിൽ 5 × 10⁻⁻² മാസ്സാണ് ബുള്ളറ്റിന്, അതിൻ്റെ സ്പീഡ് 200 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിന് വരുന്ന കൈനറ്റിക് എനർജി കണ്ടില്ലേ 10⁻³ ആണ്. അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ വസ്തുവിൻ്റെയും കൈനറ്റിക് എനർജി ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനായിട്ട് മാസും വെലോസിറ്റിയും മതി എന്ന് മനസ്സിലായി അല്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇൻ എ ബാലിസ്റ്റിക്സ് ഡെമോൺസ്ട്രേഷൻ എ പോലീസ് ഓഫീസർ ഫയർസ് എ ബുള്ളറ്റ് ഓഫ് മാസ് 50 gram with speed 200 meter per second on soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് പോലീസ് ഓഫീസർ ഒരു പ്ലൈവുഡിലേക്ക് ബുള്ളറ്റ് ഫയർ ചെയ്തു. അതിൻ്റെ മാസ് 50 gram ആണ്, സ്പീഡ് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബുള്ളറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എനർജി ഇല്ല അതിന് അല്ലേ, 10% ഓഫ് ഇറ്റ്സ് എനർജി മാത്രമേ പുറത്തേക്കുള്ളൂ എങ്കിൽ എമർജൻറ്റ് സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കാം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് എം വി സ്ക്വയർ ഉപയോഗിക്കാം അല്ലേ? മാസ് അറിയാം, സ്പീഡ് അറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കിട്ടി. ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയായിരുന്നോ അതിൻ്റെ 10% കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. Initial kinetic energy of the bullet mv²/2 is equal to 1000 joule and the final kinetic energy is 10% of this initial kinetic energy, that is 10/100 into 1000 or 0.1 into 1000, that is equal to 100 joule. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഫൈനൽ കൈനറ്റിക് എനർജി വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ജൂൾ അല്ലേ? ഇവിടെ വി എന്നുള്ളതിന് പകരം ഞാൻ എഫ് കൂടെ ചേർത്തിട്ട് വി എഫ് എന്ന് കൊടുക്കുകയാണ്. കാരണം നമുക്ക് കാണേണ്ടത് എമർജൻറ്റ് ബുള്ളറ്റിൻ്റെ പുറത്തേക്ക് വരുന്ന സ്പീഡല്ലേ കാണേണ്ടത്. സോ ഹാഫ് എം വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ജൂൾ എടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് വി എഫ് സ്ക്വയർ കിട്ടും, സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വി എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി എഫ് ഇസ് ഈക്വൽ ടു 63.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങളോട് ചോദിച്ചിരുന്നത് എമർജൻറ്റ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടാണ്. അതിന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിനെ ആസ്പദമാക്കിയിട്ട് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ബസ് ആൻഡ് എ കാർ മൂവിംഗ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജി ആർ ബ്രോട്ട് ടു റെസ്റ്റ് ബൈ അപ്ലൈയിങ് ആൻ ഈക്വൽ റിട്ടാർഡേഷൻ ഫോഴ്സ് ബൈ ദ ബ്രേക്കിംഗ് സിസ്റ്റം. വിച്ച് വൺ വിൽ കം ടു റെസ്റ്റ് അറ്റ് എ ഷോർട്ടർ ഡിസ്റ്റൻസ്? അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.